ശുദ്ധിക്കായി നീ യേശു സമീപേ പോയോ, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ, പൂർണ്ണാശ്രയം ഈ നിമിഷം തൻ കൃപ തന്നിൽ വച്ചോ, ശുദ്ധിയായോ നീ. കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ, ഹിമം പോൽ നിഷ്കളങ്കമോ നിന്നങ്കി. കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ, കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ, ഹിമം പോൽ നിഷ്കളങ്കമോ നിന്നങ്കി. കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. അനുദീനം രക്ഷകൻ പക്ഷത്തോ നീ ശുദ്ധിയായി നടന്നിടുന്നത്, ക്രൂശേറിയ കർത്തനിൽ നിനക്കുണ്ടോ വിശ്രമം നാഴിക തോറുമേ. കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ, ഹിമം പോൽ നിഷ്കളങ്കമോ നിന്നങ്കി. കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ, കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ, ഹിമം പോൽ കളങ്കമോ നിന്നങ്കി. കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. ഞങ്ങളെ പൊതുഞ്ഞാട്ടെന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ, ഞങ്ങളുടെ വലിയ സാന്നിധ്യം ഞങ്ങൾ അനുഭവിച്ചറിയാൻ കർത്താവ് സഹായിക്കും. ഏൽപ്പിക്കുന്നു യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ഉത്തരവാദിത്വമുള്ള പദവിയെ ചെയ്യുന്നു നിന്നാടിയാടിരു നാമത്തിനാദരവായി വന്ദന
മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി സ്വർഗത്തിലെ സകല മഹിമകളെയും വെടിഞ്ഞ് താണലോകത്തിലേക്ക് വേഷത്തിൽ മനുഷ്യനായി ഇറങ്ങി വന്ന കർത്താവായ യേശു ക്രിസ്തു കന്യാമറിയമിലൂടെ ബേത്ലഹേമിൽ ജനിക്കുകയും 33.5 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിക്കുകയും ചെയ്തു. ഒടുവിലത്തെ 3.5 വർഷം അതേ മാനസാന്തരം പ്രസംഗിച്ചും രോഗികളെ സൗഖ്യമാക്കിയും ഭൂതങ്ങളെ പുറത്താക്കിയും കുഷ്ഠരോഗികൾക്ക് സൗഖ്യം നൽകുകയും ചെയ്ത കർത്താവായ യേശു ക്രിസ്തു തിരുവെഴുത്തിൻ പ്രകാരം മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി കാൽവറിയിൽ പരമയാഗമായി തീർന്നു. താൻ മുൻപ് കൽപ്പിച്ചിരുന്നത് പോലെ 3-ാം നാളിൽ അവൻ മരണത്തെയും പാതാളത്തെയും ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. ആ കർത്താവായ യേശു ക്രിസ്തു 40 ദിവസം ഭൂമിയിൽ ആയിരുന്ന ശിഷ്യന്മാർക്കും അനവധി ആളുകൾക്കും പ്രത്യക്ഷനായി താൻ ജീവനോടെ ഇരിക്കുന്നു എന്ന് ദൃഷ്ടാന്തങ്ങളാൽ തെളിയിച്ച് തന്റെ ശിഷ്യന്മാരെ 11 പേരെയും കൂട്ടിക്കൊണ്ട് ആനോരുമലയിലേക്ക് കടന്നു എന്ന് കർത്താവ് താൻ വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവിനെ അവരുടെ മേൽ അയക്കും എന്ന് അരുളി ചെയ്ത് നിങ്ങളുടെ ഭൂമിയുടെ അറ്റത്തോളം പോയി എന്റെ സാക്ഷികളാകുവീരെന്ന് കൽപ്പിപ്പാനിടയായി തീർന്നു. ആ കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരുടെ നടുവിൽ വെച്ച് അവൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ആ കർത്താവായ യേശു ക്രിസ്തു തന്നിൽ വിശ്വസിച്ച് കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായിട്ട് വീണ്ടും മടങ്ങി വരും. ആ യേശുവിനെ അനീച്ചായന്റെ കർത്താവും രക്ഷകനും എന്ന് പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നവർക്ക് സ്നാനം നൽകുവീൻ എന്നുള്ളത് യേശു ക്രിസ്തുവിന്റെ കൽപ്പനയാകിയാൽ അനിയച്ചന്റെ സാക്ഷ്യവചനഹേതുവായി ഞാൻ നിന്റെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം നൽകുന്നു. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ കർത്താവ് വരുമ്പോൾ നിനക്ക് ജീവകിരീടം നൽകും. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമായ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ രാജാവേ, ദീർഘനാളുകളായി നിന്റെ തിരുവചനം പഠിക്കുവാൻ അങ്ങയുടെ തിരുവെഴുത്തിനെ ശോധന ചെയ്യുവാനും അനീച്ചന ദൈവം കൃപ നൽകി. 4 ദിവസം അങ്ങേ ജലത്തിൽ സാക്ഷിപ്പാൻ അങ്ങയോട് ചേരുവാൻ കർത്താവേ അവിടുന്ന് കൃപ നൽകിയതിനായി ദൈവം നൽകിയ കൃപയ്ക്കായി ദയക്കായി വിശ്വസ്തതയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യാം. കർത്താവേ, ഇത് കണ്ടു നിൽക്കുന്നവരിൽ അനേകർക്ക് കർത്താവ് ഇതിന്റെ സാക്ഷ്യം വഹിപ്പാൻ വരും ദിവസങ്ങളിൽ ദൈവാത്മാ കൃപ ചെയ്യണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. എന്റെ ദാസീദാസന്മാരായ ഞങ്ങൾ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എന്റെ ബദലിനെ അനുഗ്രഹിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കാൻ കൃപ നൽകുന്നു. യേശു ക്രിസ്തുവിന്റെ തന്നെ നാമത്തിൽ പിതാവേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവേ, ഇന്ന് പകൽ നിന്റെ മകൻ കർത്താവിനെ ജനത്തെ സാക്ഷിപ്പാൻ സ്തോത്രം. ഒരു ക്രിസ്തുവായാൽ അവൻ പുതിയ സൃഷ്ടിയായി കണ്ടാലും പഴയത് കഴിഞ്ഞു പോയത് കടന്നുപോലെ ഇന്ന് പകൽ നിന്റെ കൽപ്പനയനുസരിച്ച് മകനെ യഹോവയാൽ അനുഗ്രഹിക്കുകയും എല്ലാവരും കർത്താവിനെ മാനിക്കുകയും കർത്താവിനെ വേലയ്ക്ക് ചുമലപ്പെടുത്തുകൊണ്ട് ദൈവമേൽ ശക്തിയോടെ നിൽക്കുവാൻ ആവശ്യമായ ദൈവകൃപ തന്റെ മകന്മേൽ കർത്താവ് കൊടുക്കണമെന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. തന്മുഖാന്തരമായി അനേകർ കർത്താവിനെ അറിയുവാനും സ്നേഹിപ്പാനും ദൈവരാജ്യത്തെ കെട്ടുമണിക്ക് വേണ്ടി പ്രയോജനപ്പെടുവാനും കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു അധികാരത്തിന്റെ ശിശുവിനെയും ഒരു അന്ത്യകാലത്തെ അനുഭവവും തന്റെ മകന്മേൽ കർത്താവ് കൊടുക്കണമേ. ഈ ശിശുവിടെ നിർവഹിക്കുവാൻ പാസ്റ്റർഷാജിയെയും ബലപ്പെടുത്തിനായ സ്തോത്രം. നിദാസനെ കർത്താവധികമായി ശക്തീകരിച്ചാട്ടെ. അങ്ങനെ നാമത്തിൽ കർത്താവേ എന്റെ മകനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാത്തിലും മാനിക്കപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. സകല ബുദ്ധിയും ദിവ്യമായ സമാധാനം നമ്മളോട് നാം പ്രവർത്തനങ്ങളുടെ മേൽ പ്രത്യേകാൽ ആമേൻ. ഷാജി ഭാഷമേൽ ഇന്ന് മകൻ ആമേൻ കർത്താവിന്റെ ജലത്തിൽ സാക്ഷിച്ച മകന്മേലും ഇപ്പോഴെപ്പോഴും നമ്മുടെ കർത്താവിന് 2ാം വരവിരണ്ടിരിക്കുമാറാകട്ടെ. സന്തോഷത്തോടെയും കരമുയർത്തുന്ന സ്തോത്രം ചെയ്യാം. എന്റെ പ്രാണസഖി യേശുവേ, എന്റെ ഉള്ളത്തിനാനന്ദമേ, എന്നെ നിൻ മാർവിങ്കൽ ചേർപ്പാനായി
വന്നിതായിപ്പോൾ നിൻ പാദത്തിൽ എന്നെ നിൻ മാർവിങ്കൽ ചേർപ്പാൻ